ഞാനൊരു യാത്ര പ്ലാൻ ചെയ്താലോന്ന് ആലോചിക്കാം സിദ്ധോട്ട. യാത്രയോ? എന്ത് യാത്ര? എന്തായാലും അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം. പല പുണ്യസ്ഥലങ്ങളിലും പോയി അതൊഴുക്കണമെന്നാ എനിക്ക്. എന്നാൽ പിന്നെ അതൊരു തീർത്ഥാടനമാക്കിയാൽ എന്താ എന്നൊരു ചിന്തയുണ്ട്. കാശി, രാമേശ്വരം, തിരുനാവായ, പാപനാശം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കൂടെ ആരെങ്കിലും വരണ്ടേ യാത്രയ്ക്ക്? അത് വേണ്ട സിദ്ധോട്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അതാ നല്ലത്. സിദ്ധോട്ടൻ എന്ത് പറയുന്നു? ഞാൻ പോകുന്നതല്ലേ നല്ലത്? പോണമെന്ന് ഞാൻ പറയത്തില്ല, പോകണ്ടെന്നും ഞാൻ പറയത്തില്ല. ചന്ദ്രയുടെ ജീവിതം ചന്ദ്രയ്ക്ക് തീരുമാനിക്കാം. അതൊരു തരം ഒഴിഞ്ഞുമാറലല്ലേ സിദ്ധോട്ട? സാരല്ലേ, എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. എന്നാലും സിദ്ധോട്ടനൊരു അഭിപ്രായം പറയുമ്പോൾ അതിനതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ടല്ലോ. ഞാനിപ്പോഴും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സിദ്ധോട്ടൻ്റെ വാക്കുകൾക്ക്. യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ എളുപ്പമാണ്. ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാം. അത് തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവണം. എങ്കിലേ അപകടമൊന്നും പറ്റാതെ തിരിച്ചു വരാൻ പറ്റൂ. തിരിച്ചു വരാനല്ല സിദ്ധോട്ട ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്നത്. ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചിതാഭസ്മത്തിനൊപ്പം ഞാനും അങ്ങ് പോവും. എവിടേക്ക്? എവിടേക്കാണോ അച്ഛൻ പോയത് അവിടേക്ക് തന്നെ. മടുത്തു. പ്രതീക്ഷിക്കാനൊന്നുമില്ല. പിന്നെന്തിനാ ജീവിക്കുന്നത്? ചെറിയ പ്രായമല്ലേ? ഈ പ്രായത്തിൽ തന്നെ എന്തിനത്ര നിരാശ? എന്താ അതിന് കാരണം? അച്ഛൻ്റെ മരണം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. വേറെ എന്തോ ഉണ്ട്. എന്താ അത്? വേറൊന്നുമില്ല. പണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതുമില്ല. എന്റെ മോഹങ്ങളെ മുഴുവൻ ഏതെങ്കിലും നദിയിൽ ഒഴുക്കിക്കളയാനാ ഞാൻ പോകുന്നത്. അതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുന്നത് എനിക്ക് കാണണം. കൂടെ ഞാനും പോവും. നദികള് നമ്മുടെ അമ്മമാരാണെന്ന് എവിടെ വായിച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെ നോക്കിയാ അവസാനം അങ്ങോട്ട് തന്നെയാ നമ്മളും ചെല്ലേണ്ടത്. ആ അമ്മയുടെ മടിത്തട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ഉറങ്ങണം. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. സിദ്ധുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ വേഗം നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം.